ആരും കൊതിക്കുന്ന യാത്രയാണ്. ശരിക്കും ഭാരങ്ങളൊന്നും ഇല്ലാതെ, പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നും ഇല്ലാതെ എപ്പോൾ തിരിച്ചു വരും, എപ്പോൾ എത്തണം എന്നുള്ള നിർബന്ധങ്ങളൊന്നും ഇല്ലാതെ പോകുന്ന യാത്രകളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആഗ്രഹിക്കുന്ന യാത്ര എന്ന് പറയുന്നത്. അതും കാണാത്ത നാടുകളിലേക്ക്, അറിയാത്ത സംസ്കാരങ്ങൾ തേടിയിട്ട് നമ്മൾ പുസ്തകങ്ങളിലൂടെയൊക്കെ മാത്രം വായിച്ച് പരിചയമുള്ള അല്ലെങ്കിൽ വ്ളോഗ്സിലൊക്കെ കണ്ട് പരിചയമുള്ള നാടുകളിലേക്ക് ആയിരിക്കും ഇപ്പോൾ പോകുന്നത്. വഴികൾ പോലും നിങ്ങൾ നിശ്ചയിച്ചിട്ടില്ല. നിങ്ങൾ ഈ യാത്രയുടെ ഉദ്ദേശം എന്താണ്? അക്ഷയുമുണ്ട്, ഹൈനസും ഉണ്ട്. ഹൈനസ് ഫ്രം വയനാട്, അക്ഷയ് ഫ്രം കാലിക്കറ്റ് പാവങ്ങാട്. എന്താണ് നിങ്ങളെ യാത്രയുടെ ഉദ്ദേശം? യാത്രയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയുടെ വേറിട്ട കൾച്ചറുകളും അതേപോലെ തന്നെ ഫുഡ് കൾച്ചറും ഒന്ന് എക്സ്പ്ലോർ ചെയ്യാന്നുള്ള ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് പോവാണ്. എന്താണ് നിങ്ങളെ യാത്രാ പേടകം, വാഹനം എന്താണ്? വാഹനം എന്റെ മഹീന്ദ്ര താർ. അയ്യോ, അപ്പൊ സ്വന്തമായിട്ട് എത്ര കാലായി? 2018. അപ്പം 7-8 വർഷത്തിനിടയിൽ നിങ്ങൾ ആഗ്രഹിച്ച് ഇപ്പോഴാണ് സാധ്യമായത്. എടുക്കുന്നത് തന്നെ ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് ഒക്കെ പ്ലാൻ ആക്കിയിട്ടാണ് എടുക്കുന്നത്. എടുത്തതിന്റെ ശേഷം ഇത്രയും കാലമായിട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. പ്ലാൻ ആക്കൽ കുറേ തുടങ്ങി. ഇതൊരു അൺപ്ലാൻഡ് ട്രിപ്പ് കഴിഞ്ഞ ആഴ്ച അങ്ങോട്ട് പ്ലാനായി അങ്ങോട്ട് പോകാൻ. നിങ്ങൾ പരിചയക്കാരല്ലാത്തവർ തമ്മിൽ എങ്ങനെയാണ് അങ്ങനെ ഒരു യാത്ര സംഭവിക്കുന്നത്? എന്താണ് അക്ഷയ്, എങ്ങനെയാണ് അത് വന്നത്? ഷഫ്രിൻ എന്ന് പറഞ്ഞ ആള് ഉണ്ട്. ഞാൻ ഏജൻസിയിൽ വർക്ക് ചെയ്യുന്ന നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. എന്ത് വർക്ക്? അഡ്വർടൈസിംഗിലായിരുന്നു. അപ്പൊ പുള്ളിക്ക് ഒരു റെസ്റ്റോറന്റ് ഉണ്ട്, ഇക്കൈസ് എന്നുണ്ട്, കാലിക്കറ്റ്. അറിയാം. അപ്പൊ അവരുടെ UK ഒരു പുതിയ ഇന്ത്യൻ ക്യൂസീൻ ആയിട്ടുള്ള ഒരു റെസ്റ്റോറന്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഗ്രാൻഡ് എന്നാണ് അതിന്റെ പേര്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് ഇന്ത്യത്തെ മൊത്തം ക്യൂസീൻസും UK ആൾക്കാരിലേക്ക് എത്തിക്കുക, അത് ബ്യൂട്ടിഫുൾ ആയിട്ട് ക്യാപ്ചർ ചെയ്യാന്നുള്ളതാണ് എന്റെ പ്രൈമറി. ഫോട്ടോഗ്രാഫറാണ്, ഫിലിം മേക്കറുമാണ്. അടിപൊളി. അപ്പൊ ഇപ്പൊ എത്ര നേരം പരിചയപ്പെട്ടിട്ട്, പരസ്പരം കണ്ടിട്ട്? അരമണിക്കൂർ. അപ്പൊ ക്ലബ് എഫ്എമ്മിന്റെ സ്റ്റുഡിയോ ആണ്. അതിന് കൃത്യമായിട്ട് പരസ്പരം അടുക്കാൻ അല്ലെങ്കിൽ കൂടുതൽ വിശേഷങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാനൊരു കാരണമാകുന്ന വേദി. അതിലെനിക്ക് സന്തോഷമുണ്ട്.